സിബിനും പൂജയും കൂടെ അവിടെ ഇരുന്ന് സകലരെയും മാറിയിരുന്ന് കുറ്റം പറയാണ് കേട്ടോ. ആദ്യമേ പറയുന്നു നമ്മുടെ ജാസ്മിനും അതുപോലെ തന്നെ ഗബ്രിയും തമ്മിൽ പിരിക്കണം, ജാസ്മിൻ ഇന്ന് ജയിലിലേക്ക് പോകുമല്ലേ, ആ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അതുപോലെ തന്നെ ചോദിക്കുന്ന ശ്രീതു ക്യാപ്റ്റനായി, ശ്രീതു ആരുടെ ഭാഗത്ത് നിൽക്കും, നമ്മുടെ ഭാഗത്ത് നിൽക്കുമോ അതോ അവരുടെ ഭാഗത്ത് നിൽക്കുമോ എന്നറിയത്തില്ല. അപ്പോൾ പൂജ പറയുന്നു അങ്ങനെ ശ്രീതുവിന് അതിന് പ്രത്യേകിച്ച് കാരണമൊന്നുമില്ല, ശ്രീതുവിന് എന്താണ് തോന്നുന്നത് അതൊക്കെയാണ് ചെയ്യുന്നത്, അല്ലാതെ ഇങ്ങനെ ആരുടെ സൈഡൊന്നും ഇല്ല എന്ന് പറയുന്നുണ്ട്. പിന്നീട് അർജുൻ അതിൽ കൂടെ പോയപ്പം പറയുന്ന ഇവന് ചോറിൻ്റെ കൂടെ കിഴങ്ങാക്കി കഴിച്ചാലോ എന്നൊക്കെ പറയുന്നു. ഇയാൾ ആരാണെന്ന് ഇയാളുടെ വിചാരം നടത്തില്ല. നാട്ടിലുള്ള എല്ലാവരും കിഴങ്ങന്മാരും പൊട്ടന്മാരും മണ്ടന്മാരും, ഇയാൾ വലിയ ബുദ്ധിമാനാണെന്ന് വിചാരം. എന്താണ് ബുദ്ധി? മാറിയിരുന്ന് മറ്റുള്ളവർക്ക് അതൊന്നും പറഞ്ഞു വിടുന്നത്, പരദൂഷണമെന്ന് പറയാം. എന്നിട്ട് സ്വയമായിട്ട് ഗെയിമിലേക്ക് ഇറങ്ങി കളിക്കാൻ മടിയുമാണ്. ആരുടെങ്കിലും മുന്നിൽ നിന്ന് ഗെയിം കളിച്ചാൽ മുട്ട് പറയ്ക്കും. അവത്തെ പക്ഷേ എന്തെങ്കിലും പറ്റിപ്പോയെന്ന് പേടിച്ചിപ്പം ബാക്കിൽ നിന്ന് ഗെയിം കളിക്കാൻ തന്നെയാണ് ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. രാവിലെ ജാസ്മിനുമായിട്ടുള്ള ആ പ്രശ്നത്തിൽ സ്വന്തമായിട്ട് കൺട്രോൾ ഇല്ലാതെ വായിത്തോന്നൊക്കെ പറയുക, ആക്ഷൻ കാണിക്കുകയൊക്കെ ചെയ്തിട്ട് പിന്നീട് പറ്റിയ അബദ്ധത്തെ ഓർത്ത് വിഷമിച്ച് ഭയങ്കര കരച്ചിലൊക്കെ ആയിരുന്നു കേട്ടോ. അതുകൊണ്ട് തന്നെ ഇനി ജാസ്മിനുമായിട്ട് മുന്നിൽ നിന്ന് കളിക്കില്ല, ആളുകളെ പുറകെ വിട്ടിട്ട് നിന്ന് കളിക്കത്തേ ഉള്ളതാണ് നമ്മുടെ സിബിൻ പറയുന്നത്. ഇനി ജാസ്മിനായിട്ട് ഒരു കൂട്ടുമില്ല, ജാസ്മിനെ കാണണ്ട, ജാസ്മിൻ ഉണ്ടാകുന്ന ഒന്നും കഴിക്കേണ്ട, ഇവിടുന്ന് പുറത്തിറങ്ങിയാൽ പോലും ജാസ്മിനായിട്ട് ഒരു ബന്ധമില്ലെന്ന്. കാര്യം എന്താ, ജാസ്മിൻ വിചാരിച്ചുകൊണ്ട് സിബിൻ്റെ ഈ സ്വഭാവം പുറത്തേക്ക് വന്നു. അതുകൊണ്ട് തന്നെയാണ് ജാസ്മിനുമായിട്ട് ഇനിയൊരു ബന്ധം വേണമെന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ജാസ്മിനായിട്ട് നേരിട്ട് ഗെയിം കളിക്കുന്നുമില്ല. അപ്പോൾ ഒരു പേടിത്തൂറ് തന്നെയല്ലേ സിബിൻ. അങ്ങനെ ജാസ്മിനെ പേടിച്ച് വരണ്ടിരിക്കുന്ന ആൾ പറയുന്നു അർജുൻ കിഴങ്ങനാണെന്ന്. അർജുൻ്റെ ഗെയിം എന്താണെന്ന് ഓൾറെഡി നമുക്കെല്ലാം മനസ്സിലായി, അർജുൻ നേച്ചർ എന്താണെന്ന് മനസ്സിലായി. ഇങ്ങനെ എല്ലാവരും സ്മൂത്തായിട്ട് പോകാനാണ് അർജുൻ ഇഷ്ടം. തനിക്ക് നേരത്തെ വരുന്ന കാര്യങ്ങൾക്ക് ചോദ്യം ചെയ്യുക തന്നെ ചെയ്യും. അല്ലാതെ ഇല്ലാത്ത കൃത്രിമങ്ങൾ ഉണ്ടാക്കി പരദൂഷണം പറഞ്ഞ് ആളുകൾ തമ്മിലടുപ്പിച്ച് അത് കണ്ട് രസിക്കുന്ന സ്വഭാവം അർജുനില്ല. മാത്രമല്ല നോമിനേഷൻ വരെ നല്ല പേടിയിട്ടിരിക്കുകയാണ് സിബിന്. ഈ ആഴ്ചയുടെ പവർ ടീം കഴിഞ്ഞ് അടുത്ത ആഴ്ചയിൽ നോമിനേഷനിലേക്ക് വന്നാൽ പുറത്തേക്ക് പോകേണ്ടി വന്നാൽ അത് ശരിയാവത്തില്ല, എനിക്ക് 60 ദിവസം ഇനിയുള്ള 60 ദിവസം എനിക്ക് ഇവിടെ തന്നെ നിൽക്കണം എന്ന് പറഞ്ഞിരിക്കുകയാണ് നമ്മുടെ സിബിൻ. പൂജ പറഞ്ഞ് എനിക്ക് നിൽക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല, ഞാൻ പറഞ്ഞില്ല നീ നിൽക്കുമെന്ന്. അപ്പം അതായത് സിബിൻ്റെ കൂടെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവരും സിബിൻ നിർത്തും. എന്നാൽ വെച്ചാൽ ബിഗ് ബോസ് നമ്മുടെ സിബിൻ്റെ അമ്മാവനാണല്ലോ, അതുകൊണ്ട് പിടിച്ച് നിർത്തും. എന്തായാലും ആകെ മൊത്തം ഗെയിം കളിക്കാനും വയ്യ, നോമിനേഷനും പേടിയാണ്. മറ്റുള്ളവരെ നിർത്തിക്കൊണ്ട് ഗെയിം കളിക്കുകയും വേണം, നല്ല പിള്ളയായിട്ട് നിൽക്കുകയും വേണം, തൻ്റെ റിയൽ ക്യാരക്ടർ പുറത്ത് കാണിക്കാനും വയ്യ. ആകെ മൊത്തം എന്ത് വേണമെന്ന് അറിയാമെന്ന് നിൽക്കുകയാണ് നമ്മുടെ സിബിൻ. എന്തായാലും സിബിൻ്റെ ഓരോ ദിവസവും സിബിൻ്റെ സ്വഭാവം എന്താണെന്ന് പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും പരദൂഷണ അമ്മാവൻ്റെ പരദൂഷണങ്ങൾ ഓരോ ദിവസവും പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് നോക്കാം ഇനി എന്തൊക്കെ പരദൂഷണങ്ങളാണ് അമ്മാവൻ പടച്ചുവിടാൻ പോകുന്നതെന്ന്. നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്? നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ മറക്കാതെ രേഖപ്പെടുത്തണം. കൂടുതൽ ലൈവ് അപ്ഡേഷനുമായിട്ട് ഉടനെ വരുന്നതായിരിക്കും.